നമസ്കാരം. നമസ്കാരം. ഇത് കലാമണ്ഡലം ശാരി, ഞാൻ കല്യാണ മണ്ഡപം മേരി. കല്യാണ മണ്ഡപം കല്യാണ മണ്ഡപം എന്താണ്? എനിക്ക് കലാമണ്ഡലത്തിൽ അവസരം കിട്ടിയില്ല. അപ്പൊ ഒരു കല്യാണ മണ്ഡപം വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ ഡാൻസ് പഠിച്ചു. അതുകൊണ്ടാണ് കല്യാണ മണ്ഡപം മേരി. മേരിദാസൻ എന്നാണ് എന്റെ പേര്. ഓ ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. തന്നാനം പാടിവാ തന്നോം തിന്നോം ഓടിവാ, തന്നാനം പാടിവാ തന്നോം തിന്നോം ഓടിവാ, സെൽ 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 എൻ തങ്ക കട്ടി ജൽ 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 എൻ സിന്ന കുട്ടി സെൽ സെൽ ടെൽ 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 എൻ തങ്ക കട്ടി ജൽ 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 എൻ സിന്ന കുട്ടി. തത്തിരികിട താളം താതികണമെന്നൊരു മേളം, തത്തിരികിട താളം താതികണമെന്നൊരു മേളം, തന്നാനം പാടിവാ തന്നോം തിന്നോം ഓടിവാ, തന്നാനം പാടിവാ തന്നോം തിന്നോം ഓടിവാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. എല്ലാം പിടികിട്ടി. ഞങ്ങളെ ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടുപേരും. ഓ വെരി ഗുഡ് വെരി ഗുഡ്. കുട്ടികളുടെ ഭാഗ്യം. ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കാനുണ്ട്. അല്ല, അവരൊരു പാഠം പഠിക്കും. അപ്പൊ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അല്ല, ഞങ്ങള് ഡാൻസ് പഠിക്കാൻ വരണോ? അയ്യോ അല്ലല്ല, നിങ്ങള് ഓൾറെഡി എല്ലാം അറിയാവുന്ന ആൾക്കാരല്ലേ. നിങ്ങള് വൃശ്ചികം 16-ന് വൃശ്ചികം 16-ന് നിങ്ങൾ 3 പേരും അവിടെ വരണം. വൃശ്ചികം 16 അതെന്താ മനസ്സിലായില്ല. ഞങ്ങൾ മലയാള മാസം പറയുള്ളൂ. വൃശ്ചികം 16-ന് ഞങ്ങളുടെ ഡേറ്റ്. അപ്പൊ അനുശ്രീ വന്നാൽ അതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. നസീർക്കയുടെ വൺമാൻ ഷോ വേണം, നാസ്കയുടെ ഗാനമേള വേണം. ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ അനുശ്രീയുടെ ഒരു ഡാൻസ് പെർഫോമൻസും വേണം. ഇതെല്ലാം വേണ്ടത് ഞങ്ങള് ഓൾറെഡി ആ പ്രോഗ്രാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് വരുമല്ലോ, ഞങ്ങള് ഡ്രസ്സ് മാറാൻ പോവുക, ഞങ്ങള് ക്ഷീണിക്കുക. ആ സമയത്താണ് നിങ്ങളുടെ പെർഫോമൻസ്. അപ്പോഴൊക്കെ നിങ്ങളൊന്ന് ഫില്ലർ അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. സ്ഥലം കൊല്ലത്താണ്. വൃശ്ചികം 16-ന്. അപ്പൊ നിങ്ങൾ വരണം. ഞങ്ങള് നിങ്ങളുടെ ഈ ഫംഗ്ഷൻ അല്ലേ വൃശ്ചികം 16-ാം തീയതി. വൃശ്ചികം 16-ന് മറ്റേ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വണ്ടി വിളിച്ച് നമ്മളവിടെ ചെല്ലണം. നമ്മൾ സ്വന്തം വണ്ടിക്ക് വന്നാൽ മതി. അപ്പൊ സ്വന്തം വണ്ടിക്ക് ഒരു ഡ്രൈവറെ കൂട്ടിക്കോ, അയാളുടെ പൈസ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങള് സ്വന്തമായി ഡീസൽ അടിച്ച് ഡ്രൈവർക്ക് പൈസയും കൊടുത്ത് ഞങ്ങളുടെ സ്വന്തം കാറിൽ നിങ്ങളുടെ പരിപാടിക്ക് വന്ന് പങ്കെടുത്ത് നിങ്ങളുടെ ഗ്യാപ്പില് നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോഴും ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഐറ്റം ഫില്ല് ചെയ്യാം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ. അതായത് ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങളുടെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ? ഞങ്ങൾക്ക് ഒരു പേയ്മെന്റ് ഉണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോ പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റോ? പൈസ 10 പൈസ തരില്ല. ചുമ്മാ വന്ന് പങ്കെടുത്തിട്ട് പോണം. എന്തോ ചുമ്മാ വന്ന് പങ്കെടുത്തിട്ട് പോണം. പേടിപ്പിക്കുകയാണോ? ഇത് പേടിയല്ല. അയ്യോ, പേടിപ്പിക്കുകയല്ല. ഞങ്ങൾക്കൊരു അളിയനുണ്ടേ. പുള്ളി ഒരു ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടറാണ്. എഴുതി നാറ്റിക്കും വന്നില്ലെങ്കിൽ ഞങ്ങളുടെ സൗകര്യമല്ല വരണോ വേണ്ടെന്നുള്ളത്. അളിയന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. പുള്ളിയുടെ പേരറിയാമോ? കാളകൂട ദാസൻ. പുള്ളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലില്ല, എഴുതി നാറ്റിക്കും, 3-നും നാറ്റിക്കും. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വിളിക്കട്ടെ? ദാസനളിയാ, ദാസനളിയാ, പാട്ട് പാടി. തന്നാനം പാടിവാ തന്നോം തിന്നോ ഓടിവാ, തന്നാനം പാടിവാ തന്നോം തിന്നോം ഓടിവാ, സെൽ 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 എൻ തങ്ക കട്ടി ടെൽ 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 എൻ ചിന്ന കുട്ടി സെൽ 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 ടെൽ. അലിയനെത്തി. കാളകുടം ദാസൻ. കാളകുടം ദാസൻ നമ്മള് കേട്ടിട്ടില്ല അല്ലേ. ഇത് ഏത് ഓൺലൈൻ അല്ല, നിങ്ങള് ഓൺലൈൻ കാണാത്തോണ്ടായിരിക്കും. ഞാൻ ഓൺലൈനിൽ ന്യൂസ് റിപ്പോർട്ടറാണ്. ഓൺലൈനൊക്കെ കാണാറുണ്ട്. ഉണ്ട്. അതിന്റെ അകത്ത് കാളകുടം ദാസൻ എന്ന് പറഞ്ഞൊരു പൂച്ചയുടെ പടം ഇരിക്കുന്ന അത് നിങ്ങൾ കാണാറില്ല? പൂച്ചയുടെ പടോ? എന്റെ എംബ്ലം പൂച്ചയുടെ ഒരു പടമാണ്. എപ്പോഴും കീറി മുറിക്കാൻ നിൽക്കുന്ന ഒരു രാഘവത്തോട് നിൽക്കുന്ന ഒരു പൂച്ചയുടെ മുഖമാണ്. അതാണ് ഇട്ടിരിക്കുന്നത്. അതാ ഫേസ് കണ്ട് തിരിച്ചറിയാൻ. അല്ല, അതങ്ങനല്ല, പൂച്ചയുടെ ഫേസ് ആയതുകൊണ്ടാണ് തിരിച്ചറിയാൻ കണ്ടപ്പോ. താങ്ങിയതാണല്ലേ? അല്ല, ഓങ്ങിയതാ. അലിയ, ഇവര് പറയാണ് ഇവര് വരാൻ മനസ്സിലായി. ജാടയാണ് അയാൾക്ക്. ഹലോ സഹോദര, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ഓൺലൈൻ പത്രക്കാരെ ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്കറിയാവുന്ന നമുക്കെല്ലാം ഉണ്ട്. ഉണ്ട്. അവരൊന്നും ഈ വക ജാടയൊന്നും കാണിക്കാറില്ലല്ലോ. നിങ്ങളെ ഈ പറയുന്ന പോലെ ഒന്നും അവരൊക്കെ മാന്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ മാന്യത എന്താ കുറവാ കാണിച്ചത്? നിങ്ങൾ ഇങ്ങനെ മാന്യത ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വരാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ എന്താ വിചാരിച്ച നമ്മളെ പറ്റി? സുഹൃത്തെ, നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞേ? എന്റെ പേര് എന്റെ പേര് അറിയില്ല. അല്ല, ഞാൻ എഴുത്ത് മാത്രമേ ഉള്ളൂ. ആൾക്കാരുടെ പേരെന്താണ്, ഏതാണ്, എങ്ങനെയാണെന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. മുഖം നോക്കി എഴുതാറില്ല. മുഖം നോക്കി എഴുതാറില്ല. അതാണ്. അത് മനസ്സിലായി. മുഖത്ത് നോക്കാത്ത ആളാണ്. അത് പോട്ട്.
ഇതിനെങ്ങനെയാ പോകാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, വരാൻ പറ്റില്ലെന്നാ അവര് വരാൻ പറ്റില്ല. ഉറപ്പിച്ച് പറഞ്ഞില്ല. താൻ എന്താ എഴുതണമെന്ന് ഞങ്ങൾക്ക് ഒന്ന് കാണണമല്ലോ. ഈ പ്രോഗ്രാമിന് വരാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നല്ലേ തനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ല, അത് ഞാൻ എഴുതുന്ന എന്താന്ന് നിങ്ങൾ അന്നേരം കണ്ട് പഠിച്ചാൽ മതി. അളിയനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഇവർക്ക് ഒന്നും അറിയില്ല. അവരെഴുതട്ടെ. അല്ല, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇവരെ അല്ലല്ല, ഞാൻ ചോദിച്ചു വന്നില്ല. ഞാൻ കിടക്കട്ടെ. വരുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ളത് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. നാദൃശ അതെ, അടിക്കുവോ? ലാർജ് വല്ലോ വെള്ളം അടിക്കുന്നോ? വെള്ളം അടിക്കുവോ? ഞാൻ അടിക്കില്ല. അടിക്കയില്ലേ? എൻ്റെ ഫ്രണ്ട്സ് അടിക്കാറുണ്ട്. ഞാൻ പലരും സുഹൃത്തുക്കളുണ്ട്. എന്ത് അതിന് ഇവിടെ സാധനം കിട്ടുന്നില്ല. പിന്നെ ഇവിടെ എഴുതി പിടിപ്പിക്കുകയാണെന്നേ. നാദിഷ കോമഡി മാസ്റ്റേഴ്സിൽ വന്നിട്ട് ആദ്യം ചോദിച്ചത് ഇവിടെ മദ്യം കിട്ടുവോ, എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഉല്ലസിക്കാൻ വേണ്ടി പറഞ്ഞ തള്ളു. ഞാൻ പറഞ്ഞോ? നിങ്ങളിപ്പോ പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മദ്യം വേണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി പറഞ്ഞു. ഇപ്പം അത് ഞാൻ എഴുതി തള്ളും. ഞാൻ നിങ്ങൾ നാറും നാറ്റിക്ക് നിങ്ങളെ ഇത് എഴുതി പിടിപ്പിച്ചിട്ട് ഞങ്ങൾ പറയും കൂടുതൽ വാർത്തകളാക്കി ഞങ്ങളുടെ ലിങ്കിലേക്ക് അപ്പൊ നിങ്ങൾ നാറും ചെയ്യും. നിങ്ങള് കാണണം. കാണാമല്ലോ. ഇയാളെ എന്നെ കുറിച്ച് മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ. അല്ല, ഇയാളെ എഴുതിക്കോ. ഞാൻ എഴുതും. ഒരു കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഞാൻ എഴുതള്ളൂ. എഴുതു. നിങ്ങളൊരു മാന്യരെന്ന് എനിക്ക് തോന്നുന്നു. കോട്ടയം നസീർ അതെ അല്ലേ? അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയാം. കാര്യം അദ്ദേഹം വേറൊരാളുടെ പേരെടുത്തിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. അത് വിട്ടുകള, അത് പോട്ട്. അതല്ല നമ്മുടെ മാറ്റർ. ഒരു ബാംഗ്ലൂരിന്നേ ഒരു 10-16 പെൺകുട്ടികൾ നല്ല സുന്ദരികളായി വടിവത്ത പെൺപിള്ളേര് ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതെ, അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടോ? 16 പെൺകുട്ടികൾ വരുമോ? 16 വരും. ആണോ? ഉറപ്പാണല്ലോ പെൺകുട്ടികൾ ഉറപ്പാണ്. 16 പേര് വരും. താല്പര്യമുണ്ട്. ഉണ്ട്. കോട്ടയം നസീർ കോമഡി മാസ്റ്റേഴ്സിൽ ആദ്യം വന്ന് ചോദിച്ചത് ഇവിടെ പെണ്ണുങ്ങളെ ഉണ്ടോ ഇല്ലയോ എന്നാണ്. എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ന്യൂസ് അങ്ങോട്ട് എഴുതി തള്ളും. അപ്പൊ അതിലേക്ക് കൂടുതൽ വിവരങ്ങളായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലേക്ക് ലിങ്ക് ചെയ്യുക. എഴുതി തള്ളിക്കളയുമാണ് ഞാൻ. ഇപ്പൊ കോട്ടയം നസീർ പെണ്ണുമായി, ഇത് മദ്യമായി. ഇനി ഇതിനെന്നാ വെച്ചിരിക്കുന്നത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ചേട്ടാ. നിങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ പടമില്ലേ, ആ ഓട്ടോറിക്ഷ പടം ഇറങ്ങിയപ്പോ 2018 ഇറങ്ങിയ പടമാണത്. അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. നിങ്ങള് അഭിനയം നിർത്തിയിട്ട് ഓട്ടോയായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓടിക്കുക എന്ന് അന്ന് ഞാൻ എഴുതിയതാണ്. അപ്പൊ വന്നില്ലെങ്കിൽ അതിന്റെ മേലിൽ ഞാൻ ഇനി എഴുതും. അതെ, അളിയന് സ്വാദം നിങ്ങൾക്ക് അറിയില്ല. അളിയനൊരു SI ആയിട്ടൊരു ഒട്ടക്കുണ്ടായിരുന്നു. അപ്പൊ ഈ SI അളിയൻ നോട്ടം വെച്ചിരിക്കുന്നു. ഒരു ദിവസം ഈ SI അയാളുടെ ജീപ്പിന് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് കണ്ടു. അതിനകത്തൊരു ഗർഭിണിയായ സ്ത്രീ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നു. ഈ SI വേഗം ഈ ഗർഭിണിയെ ആശുപത്രി കൊണ്ടാക്കി. ഇത് അളിയൻ അറിഞ്ഞിട്ട് അളിയൻ വിട്ട ന്യൂസ് എന്താണെന്നറിയാമോ? SIയുടെ സഹായത്താൽ ഗർഭിണിയായ സ്ത്രീയെ SI ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ വാർത്ത കണ്ടതും ഇയാളുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയി. ഇയാളുടെ ജോലിയും പോയി. ഈ SI ഇപ്പോഴും അളിയന്റെ പുറകെ കിടക്കാണ്. എന്റെ കാല് പിടിച്ച് കിടക്കാണ്. വീണ്ടും ജോലിക്ക് കയറാൻ വേണ്ടി. കാല് പിടിച്ച് കിടക്കാണോ കാലവാരി അലക്കാൻ നടക്കുകയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അല്ലല്ല, ഇപ്പൊ നിങ്ങളുടെ 3 പേരുടെയും കാര്യത്തിൽ ഓൾറെഡി തീരുമാനമായി. ഇപ്പൊ ഇത് കള്ള്, ഇത് ദത് അങ്ങനെ അങ്ങനെ പോട്ടെ. അപ്പൊ വൃശ്ചികം വനാറിന് വരുമോ ഇല്ലേ? ഞങ്ങൾക്ക് ഇത്ര എന്തായാലും ഇത്രയും സ്ഥിതിക്ക് ഞങ്ങൾ വരില്ല. അല്ല, ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് അല്ല, നിങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾ ആരും വരുന്നില്ല. നിങ്ങൾ ഓൺലൈനിൽ ന്യൂസ് കൊടുക്കുക എന്തായാലും. കോട്ടയം നസീർ അങ്ങനെ കാട് കയറരുതേ. നാദിഷ ഒതുങ്ങി. നിങ്ങളെന്താ ഒതുങ്ങാത്തത്? നിനക്ക് അറിഞ്ഞൂടാ ഞാൻ ഒതുങ്ങൂലെന്ന്. നീന്നൊക്കെയായോടാ ഇപ്പൊ എന്നെ? നിങ്ങൾ തമ്മിൽ തല്ലാവല്ലേ? ഒരു പണി, ഞങ്ങളുടെ പെർഫോമൻസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ശരി, ഒന്ന് കാണിക്കാം. കാണില്ല. എങ്ങനെയുണ്ട് സംഭവം? മനസ്സിലായി. മനസ്സിലായി. എന്തായിരുന്നു അവിടെ ഡാൻസ് ക്ലാസ്? എങ്ങനെയായിരുന്നു?
എവിടെയാണ് ഡാൻസ് ക്ലാസ്? കലാമണ്ഡലം എവിടെയായിരുന്നു? നിങ്ങൾ ഡാൻസ് ക്ലാസ് കൊണ്ട് എത്ര വലിയ ബിൽഡിങ്ങുകളാണ് പണിത് ഉയർത്തിരിക്കുന്നുള്ളത് നിങ്ങളുടെ ആക്ഷൻ ഞങ്ങൾക്ക് മനസ്സിലായല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. അല്ല ഈ ഇടയ്ക്ക് ഇടവേളകൾ കിട്ടുമ്പോ ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൽ നിന്ന് സന്ദർശിച്ച പുതിയ സ്റ്റെപ്പുകളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അല്ല, പാട്ട് ഒന്നുകൂടെ ഇട്ടടാ, വേറൊരു സ്റ്റെപ്പ് കാണിച്ചു. ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം. പാട്ട് ഒന്നുകൂടെ ഇടാൻ പറ. വേണ്ടെന്നേ. വേണമെന്നേ, പാട്ടൊന്നുകൂടെ. നടക്കില്ല. ഞങ്ങള് എന്ത് കളിച്ചാലും നടക്കില്ല. ചീഞ്ഞോ? നല്ല സ്റ്റെപ്പായിരുന്നല്ലേ ഞാനിട്ടത്? ഇല്ല. ചീഞ്ഞു പോയല്ലേ? ചീഞ്ഞ്. അപ്പൊ ഇതാണ് സംഭവം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് വരണം നിങ്ങള്. സമയം കിട്ടുകയാണെങ്കിൽ വന്നാ മതി. ആ ഇല്ലെങ്കിൽ താഴ് താഴ് താന്ന് ഞാൻ. താഴുന്നാ നല്ലത്. ഞാൻ താന്നു. അറിയാലോ. എന്നാ പിന്നെ അങ്ങോട്ട് എന്നാ പിന്നെ യാത്രയാട്ടെ. അത് ഇനിയും താഴുന്നതിനേക്കാൾ നല്ലത് പോകുന്നതാ. അതാണ് നല്ലത്. പാട്ട് പഠിക്കും. വീണ്ടും മ്യൂസിക് ഇടറാ, ഞങ്ങള് പൊക്കോട്ടെ.